ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോള് കരയണ്ട. കുറച്ച് സമയത്തേക്ക് മോൾ ഇവിടെ നിൽക്ക്. മോളെ വന്ദനാമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടേ ഈ ഊർമിളാന്റി മടങ്ങൂ. എന്നാൽ വരട്ടെ രാഖി. സാഗറെ കാണാം. കാണാം. വന്ദനമ്മേ. കരയാതെ നിൽക്ക്. ഹലോ സാർ. അതെ സാർ, എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ സാഗർ, പുള്ളിക്ക് വേണ്ടി പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള തോമസ് സാർ വിളിച്ചിരുന്നു. കോടതി വിധിയുള്ളപ്പോൾ അത് നടപ്പിലാക്കണ്ടേ സാർ? ഓക്കെ സാർ, അങ്ങനെ തന്നെ ചെയ്യാം. സാറിന്റെ ലീവ് എന്ന് കഴിയും? ശരി സാർ. ഓക്കെ സാർ, ശരി. ആദ്യം വന്ദനയും കൂട്ടരോട് വരാൻ പറ. ശരി സാർ. ഇരിക്കൂ. വേണ്ട, നിന്നോളാം. എന്താണ് ജഗനിത്? കുട്ടിയെ കൊണ്ടുപോകാനുള്ള കോടതി വിധിയുമായല്ലേ അവര് വന്നത്? അപ്പൊ പിന്നെ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമുണ്ടോ ജഗൻ? അവൾ എന്റെ മോള. എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ. കുറച്ചുനാള് നിങ്ങളുടെ കൂടെ നിന്നല്ലേ, അപ്പൊ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. സാർ, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ തിരികെ വാങ്ങിക്കൊടുക്കണം സാർ. കടം വാങ്ങിയ പണം തിരികെ വാങ്ങിക്കുന്നത് പോലാണോ കുഞ്ഞിനെ തിരികെ വാങ്ങുന്നത്? വിവരക്കേട് വിളിച്ചു പറയുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ടേ സാർ? അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടനയും നീതി വ്യവസ്ഥയൊക്കെ ഉണ്ട്. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനാണ് ഞങ്ങൾക്കിങ്ങനെ തോളിൽ സ്റ്റാർ തന്നിരുത്തിയിരിക്കുന്നത്. അല്ലാതെ രാഷ്ട്രീയക്കാരെ സേവിക്കാനല്ല. ജഗനൊക്കെ മയക്ക് കിട്ടുമ്പോ വിളിച്ചു കൂവാറില്ലേ? സാധാരണക്കാരന്റെ നീതിപ്പണമാ ഞങ്ങളെപ്പോലുള്ള സർക്കാർ ജീവനക്കാരൊക്കെ തിന്നുമുടിക്കുന്നതെന്ന്. അപ്പോ വാങ്ങുന്ന ശമ്പളത്തിന് കൃത്യമായി ജോലി ചെയ്യണ്ടേ? മാത്രമല്ല, അവിടെ വന്നപ്പോ ആണും പെണ്ണും എല്ലാം ഒരുതരം ഗുണ്ടായിസം പോലെ. എന്താ ഇപ്പൊ ചൂടൊക്കെ ഇറങ്ങിയോ?
അതോ എന്നെക്കുറിച്ച് തിരക്കി അറിഞ്ഞു വന്നതാണോ? കോടതി ഓർഡറുമായിട്ടാണ് രാഖി വന്നത്. കോടതി വിധി പ്രകാരം രാഖിക്ക് ആ കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യാം. അതോടെ ഈ കേസ് ക്ലോസ്. ഞാൻ അവരെയും കൊണ്ട് വിളിക്കാം. പരസ്പരം ധാരണയായിട്ട് പിരിയാൻ നോക്ക്. സർ, എനിക്ക് വേണം എന്റെ മോളെ. Shut up. ഇത് പോലീസ് സ്റ്റേഷനാ. നിങ്ങളുടെ മോളോ? എന്താ അതിന് തെളിവ്? കുട്ടിയുടെ DNA സർട്ടിഫിക്കറ്റ് വാ, അപ്പൊ നോക്കാം. ആ സർ. ആ കൊച്ചിനെയും കൊണ്ട് രാഖിയോടും വക്കീലോടും വരാൻ പറ. സർ. സർ. ഇരിക്കും. സർ, ഇവരെ കോടതി വിധി നടപ്പാക്കാൻ സമ്മതിക്കാത്തത് മാത്രമല്ല, കുറച്ചു പിന്നെ ഇവര് 3 പേരും കൂടി എന്റെ കക്ഷിയുടെ വീട്ടിലെത്തി അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോ 3 എണ്ണത്തിനെ പിടിച്ച് അകത്താക്കാനുള്ള വകുപ്പുണ്ടല്ലോ. പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കൽ. ഇപ്പോ വീട് കയറി ഭീഷണിപ്പെടുത്തൽ. വകുപ്പുകൾ ഒത്തിരി ആയല്ലോ. ഹലോ, വന്ദനമ്മേ, എന്നെ രാഖി എനിക്ക് കൊടുക്കല്ലേ വന്ദനമ്മേ. പ്ലീസ്. മാനത്തെ കൊട്ടാ